അരിപ്പൊടിയും തേങ്ങാപ്പാലും നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറുത്ത ഹൽവ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു ഫേവററ്റ് ആണ് കേട്ടോ ഈ ഒരു ഹൽവ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിപ്പൊടി ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഹൽവയ്ക്ക് നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിലെ ശർക്കര തന്നെ എടുക്കണം. ഞാനിവിടെ കരിപ്പട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അരിച്ച് ഹൽവ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സാപ്പിൻസിന്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും തയ്യാറാക്കിയ ഈ നെയ്യിന്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഇതിലേക്ക് ഗീ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഹൽവ നല്ല തിക്കായിട്ട് കളറൊക്കെ മാറി വരും. ആ സമയത്ത് നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ